ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിൽ ഇന്നത്തെയും അതുപോലെ തന്നെ ഇനി നടക്കാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അവന്തിക തന്റെ മനസ്സിലെ ആഗ്രഹം ആദ്യം പറയുന്നത് ആദർശിനോടും നയനെ എടുത്തുമാണ് കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഇതിനേക്കാൾ യോജിച്ച പെണ്ണ് വേറെ ഇല്ലെന്ന് തന്നെ നയനയും ആദർശം പറയുന്നുണ്ട്. ആ സമയത്ത് അവന്തിക പറയുന്നുണ്ട്, പക്ഷേ അനിയുടെ മനസ്സിൽ ഇപ്പോഴും അവളാണെന്ന് തോന്നുന്നു. നയനെടുത്തി ഏടത്തിയുടെ അനിയത്തി അങ്ങനെയൊന്നുമില്ല, അതൊക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ മാറ്റിയെടുത്തോളാം. എന്തായാലും അനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വിവാഹം ഞങ്ങൾ നടത്തും എന്നൊക്കെ നയനയും ആദർശം പറയുന്നുണ്ട്. ശേഷം ഈ ഒരു ആഗ്രഹം നമ്മുടെ മുത്തശ്ശനോട് മുത്തശ്ശിയെടുത്ത് പറയുന്നുണ്ട്. അവർക്കും ഭയങ്കര സന്തോഷമാണ്. ശേഷം വീട്ടിലെല്ലാവരോടും പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അനിക്ക് സമ്മതമാണെങ്കിലും അല്ലെങ്കിലും അവന്തികനെ പോലത്തെ നല്ലൊരു പെണ്ണിനെ ഇനി അനിക്ക് കിട്ടില്ല. അതുകൊണ്ട് ഈ ബന്ധം എന്തായാലും നടത്തണമെന്ന് തന്നെയാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അനി വരുമ്പോൾ മുത്തശ്ശൻ ഈ കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ അനിയുടെ അടുത്ത് നമ്മുടെ അവന്തിക പറയണ്ട, എനിക്ക് ഒരു ചേട്ടനെ പോലെയല്ല, ഒരു ലവറിനെ പോലെയുള്ള ഒരു ഇഷ്ടമാണ് അനിയുടെ അടുത്തുനിന്നുള്ള സത്യം അവന്തികയും പറയുന്നുണ്ട്. അപ്പൊ അനി തിരുത്തുന്നുണ്ട്, ഇല്ലടി ഞാൻ ചെറുപ്പം മുതൽ നിന്നെ ഒരു അനിയത്തിനെ പോലെയാണ് കണ്ടത്. നിനക്കറിയാലോ നമ്മുടെ കുടുംബത്തിൽ അനിയത്തിയായിട്ട് നീ മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കിയെല്ലാം ആണുങ്ങളായതുകൊണ്ട് തന്നെ നിന്നെ അനിയത്തിയായിട്ട് ഞാനും ആദർശേട്ടനും, അഭി നിന്നെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് ഞാനും ആദർശേട്ടനും എല്ലാവരും കണ്ടത്. അതുകൊണ്ട് നിന്നെ അങ്ങനെ കാണാനായിട്ട് എനിക്ക് പറ്റുന്നില്ലെന്നൊക്കെ അനി പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ അവന്തിക ചെവി കൊള്ളുന്നില്ല. ഇല്ല, മുത്തശ്ശനും മുത്തശ്ശി മറ്റുള്ളവർ എന്താണോ പറയണത് അതുപോലെ കണ്ടാൽ മതി. ഞാൻ നിന്റെ സ്വന്തം പെങ്ങളൊന്നും അല്ലല്ലോ പെങ്ങളെ പോലെ കാണാനായിട്ട് എന്നൊക്കെയാണ് അവന്തികയുടെ പറച്ചിലട്ടോ. അങ്ങനെ അനി തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഈ ഒരു കാര്യം അനിയുടെ അടുത്ത് പറയുന്നുണ്ട്. നീ അവന്തികേനെ വിവാഹം കഴിക്കണം, അവൾ നല്ല പെൺകുട്ടിയാണ്, അവൾക്കും വിവാഹം കഴിഞ്ഞിട്ട് വേറെ വീട്ടിൽ പോയി നിൽക്കാനൊന്നും ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ല. പെൺപിള്ളേരല്ലേ, അവൾ ഇവിടെ നിൽക്കട്ടെ. ഇതാകുമ്പോഴേക്കും നിന്റെ ഭാര്യയായിട്ട് ഇവിടെ ഉണ്ടാവുമ്പോൾ ഞങ്ങൾക്കും അതൊരു സപ്പോർട്ടാണ്. അവളെ പോലത്തെ നല്ലൊരു പെൺകുട്ടിനെ കിട്ടാൻ കുറച്ച് പ്രയാസമാണ് മോനെ. അവൾ കുറച്ച് മോഡേൺ ഡ്രസ്സ് ഇടുമെന്നുണ്ടെങ്കിലും ചിന്താഗതിയൊക്കെ നമ്മുടെ നയനയുടെ പോലത്തെ ചിന്താഗതിയാ, പാവമാണ് അവള് എന്നൊക്കെ പറയണ. ജലജയുടെ സ്വഭാവം ഒന്നും അവൾക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അനി പറയണ്ടേ, മുത്തശ്ശ എല്ലാം ശരി തന്നെയാണ്, ഈ പറയുന്ന ഇഷ്ടവും കാര്യങ്ങളും അവൾ എന്നോട് നേരിട്ട് പറയുകയും ചെയ്തു. പക്ഷെ അവിടെ ഞാനൊരു പെങ്ങളെ പോലെയാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ നിനക്ക് ആരെ കേട്ടാൻ ആഗ്രഹം? എല്ലാവരും നമ്മൾ ഈ പ്രതിജ്ഞ എടുക്കുമ്പോൾ നമ്മുടെ എല്ലാ പെണ്ണുങ്ങളും പെങ്ങന്മാരും ചേച്ചിമാരും അനിയത്തിമാരും അമ്മമാരൊക്കെ കാണുമെന്നൊക്കെ പറയും. പക്ഷെ നമുക്കൊരാൾ വിവാഹം കഴിക്കണ്ടേ? അങ്ങനെ കണ്ടാൽ മതി. ഇതിന് അവന്തിക തന്നെയാ നിന്റെ പെണ്ണ്, എന്തായാലും നിനക്ക് ചേർന്നത് അവന്തിക തന്നെയാണ് മോനെ. നീ ഇനി നന്ദുവിനെ ഓർത്ത് സമയം കളയല്ലേ. നന്ദുക്ക് ഒരിക്കലും ഈ വീട്ടിൽ വരാൻ പറ്റില്ല. അതിന് ഈ വീട്ടിലൊക്കെ ഞാനും മുത്തശ്ശിയും പോയി സംസാരിച്ചാണ്. കനകക്ക് ഒട്ടും താല്പര്യമില്ല അവളെ ഇവിടെ വിടാനായിട്ട്. അത് മാത്രമല്ല അത് ശരിയാവില്ല മോനെ എന്നൊക്കെ പറയാണ്. പക്ഷെ എനിക്ക് അതൊട്ടും തന്നെ ആക്സെപ്റ്റ് അല്ല. പക്ഷെ എല്ലാവരും നിർബന്ധിച്ച് അവസാനം അനി സമ്മതിച്ചു പോകാട്ടോ അവന്തികയായിട്ടുള്ള വിവാഹത്തിന്. അപ്പൊ നന്ദും അനിനെ ബ്രെയിൻ വാഷ് ചെയ്യേണ്ടടാ, നീ എന്നാ അവന്തികയായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ നന്ദുവിനെ ആണെങ്കിൽ പെണ്ണാലോചിച്ച് ആ ഒരു അവസരം മുതലെടുത്ത് വരുവാണ് ആര്? നവീൻ ആ അവസരം മുതലെടുത്ത് നന്ദുവിനെ വിവാഹം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ ആ ഒരു ഡിപ്രഷനിൽ നന്ദു സമ്മതിക്കുകയാണ് നവീനായിട്ടുള്ള വിവാഹത്തിന്. അങ്ങനെ നന്ദു നവീൻ വിവാഹവും അവന്തിക അനി വിവാഹവും ഒരേ സമയത്ത് തന്നെ നടക്കാൻ വേണ്ടി തീരുമാനിക്കണത്. പക്ഷെ അവന്തിക യഥാർത്ഥത്തിൽ നാഗേന്ദ്രന്റെ അതേ സ്വഭാവം തന്നെയാണെന്നുള്ള കാര്യം ഈ മുത്തശ്ശനും മുത്തശ്ശിക്കും ആ വീട്ടിൽ ആർക്കും അറിയില്ല. അതിനി അറിയാൻ പോകുന്ന ഭാഗമായിട്ട് ഇനി വരാൻ പോണത് അത് വേറൊന്നുമല്ല. ആ രേഖാചിത്രം, നാഗേന്ദ്രന്റെ രേഖാചിത്രം നമ്മുടെ നന്ദുവിനെ കൈമാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ രേഖാചിത്രം അനിക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. ഈ രേഖാചിത്രം എങ്ങനെയൊക്കെയോ നമ്മുടെ നവ്യയുടെ കൈകളിലും എത്തുന്നുണ്ട്. നവ്യാണെങ്കിൽ ഈ ഫോട്ടോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. വേറൊന്നുമല്ല, നവ്യ ഇവിടെ കല്യാണ ഫോട്ടോ, അതായത് ജലജയുടെ പണ്ടത്തെ കല്യാണ ഫോട്ടോ മുമ്പ് എപ്പോഴോ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഫോട്ടോയിൽ കണ്ട് ഇയാൾ തന്നെയല്ലേ എന്ന് മനസ്സിലാക്കുകയാണ് നവ്യ വിചാരിക്കേണ്ടത് മുത്തശ്ശനോട് ചോദിച്ച കാര്യം അറിയാം. പക്ഷെ മുത്തശ്ശനോട് എങ്ങനെ ചോദിക്കും? താനൊരു ശത്രുവായിട്ടാണല്ലോ മുത്തശ്ശന് മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ ഇത് ചോദിച്ചേ പറ്റൂ. മുത്തശ്ശൻ എന്ത് വേണമെങ്കിലും വിചാരിക്കട്ടെ, എന്തായാലും മുത്തശ്ശനോട് ചോദിക്കാമെന്ന് നവ്യം തീരുമാനിക്കുകയാണ്. അങ്ങനെ രേഖാചിത്രത്തിലുള്ള ഫോട്ടോ നമ്മുടെ മുത്തശ്ശനെ കാണിച്ചു കൊടുക്കുകയാണ് നവ്യ. അതേ മുത്തശ്ശന് ഇയാളെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോണ മുത്തശ്ശൻ, ഇവൻ എങ്ങനെ നിന്റെ കയ്യിൽ കിട്ടിയത്? ഇവന്റെ ഫോട്ടോ നിനക്ക് എങ്ങനെ കിട്ടി? ഈ ഫോട്ടോ അതൊരു രേഖാചിത്രമാണല്ലോ, ഈ ഫോട്ടോ നിനക്ക് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിക്കുകയാണ്. അത് മുത്തശ്ശൻ ഇങ്ങനെ ചൂടാവണത്, ഇത് ആരാണെന്ന് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അതാ പറഞ്ഞത് ഈ ക്രിമിനലിന്റെ ഫോട്ടോ എങ്ങനെ കിട്ടിയെന്ന്. ക്രിമിനലോ? അതെ, പക്ക ക്രിമിനല്. 10-22 വർഷം മുമ്പ് ഞാൻ ഈ വീട്ടിൽ നിന്ന് പടി ഇറക്കി വിട്ട പിണ്ടമാണിവൻ എന്ന് പറയാണ്. എന്തൊക്കെയാ മുത്തശ്ശി പറയണത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയാണ്. ഇവൻ ആരാണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കണ്ട്. ആരാ മുത്തശ്ശ? എനിക്ക് മനസ്സിലായില്ല. നിനക്കറിഞ്ഞ സന്തോഷേ ആവുള്ളൂ, നിന്റെ പ്രിയപ്പെട്ട അമ്മായി അച്ഛൻ. എന്താ മുത്തശ്ശൻ പറഞ്ഞത്? അതെ,
ജലജനെ താലി കിട്ടിയ നാഗേന്ദ്രൻ, അതായത് അബിയുടെയും അവന്തികയുടെയും അച്ഛൻ എന്ന് പറയാണ്. ഇയാളാണോ അവരുടെ അച്ഛൻ? അതെ, ഇയാൾ തന്നെയാണ് നാഗേന്ദ്രൻ. ചതിയും വഞ്ചനയും മാത്രമേ ഉള്ളൂ. അബി ഇപ്പൊ എങ്ങനെയാണോ അത് തന്നെയായിരുന്നു അവൻ മുമ്പ്. പിന്നെ ഒരേ ഒരു സ്വഭാവം മാത്രമേ അബിയുടെ കിട്ടാത്തുള്ളൂ, പെണ്ണുപിടി. ബാക്കി ചതിയും വഞ്ചനയൊക്കെ നന്നായിട്ടുണ്ട് ഇവന. പെണ്ണുപിടി മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ എന്റെ വിശ്വാസം. ഇനി അതും തുടങ്ങിയോന്ന് അറിയില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ നമ്മുടെ നവ്യക്ക് അവസാനം ആ ഒരു ആൻസർ കിട്ടാണ്. എന്തുകൊണ്ടിട്ടാണ് അബിക്ക് AN ജ്വല്ലറിൽ ഇത്ര വലിയ സ്ഥാനമെന്ന്? അത് സ്വന്തം അച്ഛന്റെ ജ്വല്ലറി അല്ലേ. അങ്ങനെ ആ ഒരു സ്ഥാനം വെറുതെ അല്ല നമ്മുടെ അബിക്ക് കിട്ടിയത് നവ്യക്ക് മനസ്സിലാവാണ്. ഓഹോ, അപ്പൊ ഇതാണോ ഒളിച്ചിരിക്കുന്ന കള്ളനല്ലേ, കിങ് ഓഫ് കോബ്ര. ഇതെങ്ങനെയെങ്കിലൊക്കെ ഞാൻ അബിയേട്ടന് ആദർശേട്ടനെ അറിയിച്ചോളാം എന്ന് നവ്യ വിചാരിക്കുകയാണ്. ശേഷം നവ്യ അപ്പൊ തന്നെ കൂട്ടുകാരനെ വിളിക്കുകയാണ്. എടി ദേ, ഞാൻ ആ കിങ് ഓഫ് കോബ്രനെ കണ്ടുപിടിച്ചു എന്ന് പറയാണ്. ആണോ? ആരാടി അയാള്? ആരാടി അവൻ എന്നൊക്കെ ചോദിക്കണം. അത് വേറെ ആരുമല്ല, അവൻ ആ അഭിയുടെയും അവന്തികയുടെ അച്ഛൻ, ആ ജലജ എന്ന് പറഞ്ഞ വിഷജന്തുയുടെ ഭർത്താവ്. അപ്പൊ ആ പുള്ളിക്കാരൻ മരിച്ചിട്ടില്ലേ? പണ്ടെപ്പോഴും നാട് വിട്ടുപോയി വേറെ വിവാഹം കഴിച്ചു എന്നൊക്കെ പറയണ്ട്. പക്ഷെ നാട് വിട്ടു പോയെന്ന് അറിയായിരുന്നു. പക്ഷെ അയാളാണ് ഇതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആദർശേട്ടനൊരു രേഖാചിത്രം കിട്ടിയായിരുന്നു അന്ന് CCTV പകർന്ന. അയാളെ മാസ്ക് ഒക്കെ വെച്ചെങ്കിലും ആദർശേട്ടനൊരു ഫ്രണ്ട് ഉണ്ട്, സേവിയർ. ഈ പോലീസുകാരൊക്കെ രേഖാചിത്രം വരപ്പിക്കുന്നത് ഇയാളെ കൊണ്ടിട്ടാണ്. അയാളാണ് സഹായിച്ചു കൊടുത്തത്. കറക്റ്റ് ജലജയുടെ ഭർത്താവിനെ പോലെ തന്നെ, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം ഒന്നുമില്ല. കണ്ണും മൂക്കും അയാൾ ഇപ്പൊ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ വരച്ചിട്ടുണ്ട്. ഓഹോ, അപ്പൊ അതാണ് നിന്റെ അബിക്ക് ആ ജ്വല്ലറിൽ ഇത്ര സ്ഥാനം കിട്ടുന്നേലേ. അതെ, അല്ലാതെ പിന്നെ എന്താണ്? അതാണ് ഞാനും ആലോചിച്ചത്. അബിനെ പോലത്തെ ഒരു പൊട്ടൻ എങ്ങനെ അടുത്ത മാനേജർ ആയെന്ന് എന്ന് നവ്യയുടെ കൂട്ടുകാരിയും പറയണം. അപ്പൊ നവ്യ പറയണ്ട്, നീ എത്രയും പെട്ടെന്ന് നിന്റെ മൊബൈലിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കണം ആദർശേട്ടന്. ആരാണ് ഈ നാഗേന്ദ്രനെന്നും കിങ് ഓഫ് കോബ്ര അയാളും ഒന്നാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. അതൊക്കെ ഞാൻ ഏറ്റുകൂടി എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരത്തി മെസ്സേജ് അയക്കാണ് കൈയോടെ. ഈ മെസ്സേജ് വരുന്നത് ആരുടെ നമ്പറിൽ നിന്നാണെന്ന് അറിയാൻ ഓൾറെഡി ആദർശ് സേവിയറിന്റെ കയ്യിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സേവിയർ അങ്ങനെ ആ നമ്പർ നവ്യയുടെ കൂട്ടുകാരുടെയാണെന്ന് കണ്ടുപിടിക്കാൻ കേട്ടോ. സേവിയർ നമ്മുടെ ആദർശിനെ വിളിക്കേണ്ട. ഹലോ ആദർശേ, കഴിഞ്ഞ ദിവസം ഒരു നമ്പർ തന്നായിരുന്നല്ലോ, തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന അല്ലെങ്കിൽ തന്നെ സഹായിക്കുന്ന ഒരു വെൽവിഷറിന്റെ നമ്പർ. അതാരാന്ന് കണ്ടുപിടിച്ചു? കണ്ടുപിടിച്ചു. അത് വേറെ ആരുമല്ല, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നയനയുടെ ചേച്ചിയുണ്ടല്ലോ നവ്യയുടെ ഉറ്റ സുഹൃത്ത്, അതായത് ബെസ്റ്റ് ഫ്രണ്ട്, ചെറുപ്പം മുതലുള്ള ബെസ്റ്റ് ഫ്രണ്ട്. അവളുടെ നമ്പർ അത്. ആ കുട്ടിയുടെ നമ്പറാണത്? അതെ, അതിന്റെ തന്നെയാ. അപ്പോൾ നവ്യ അറിഞ്ഞിട്ടായിരിക്കില്ലേ അവള് എന്നെ ഹെൽപ്പ് ചെയ്യണത്? തീർച്ചയായിട്ടും. അവരുടെ കോൾ ഹിസ്റ്ററി രണ്ടുപേരുടെ ഞാൻ പരിശോധിച്ചു. ഒരു ദിവസം 10-12 പ്രാവശ്യമെങ്കിലും പരസ്പരം സംസാരിക്കുന്നുണ്ട്. ഓഹോ, അപ്പൊ മറഞ്ഞിരുന്ന് ഞങ്ങളെ സഹായിക്കണം നവ്യാണ്. അതിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, നവ്യ അപ്പൊ അബിയുടെ ചതിയൊക്കെ മനസ്സിലാക്കിയല്ലേ? അതെ. എന്തായാലും നീ അറിഞ്ഞ ഭാവം കാണിക്കണ്ട, കാരണം അവരുടെ കയ്യിൽ നിന്ന് ഇനിയും കാര്യങ്ങൾ ചോർത്തിയെടുക്കാനുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം നിന്റെ മനസ്സിൽ തന്നെ വെച്ചോ. നവ്യ തന്നെയാണ് നിങ്ങളെ സഹായിക്കുന്നത് എന്ന് സേവിയറും പറയാണ്. കാത്തിരുന്ന് കാണാം ഈ ഭാഗത്തിന് വേണ്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.